പടം ഒരു രക്ഷയില്ല, എനിക്ക് ഇഷ്ടമായി, അടിപൊളിയാണ്. പ്രത്യേകിച്ച് കമലഹാസൻ അങ്ങ് തകർന്ന് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമായി. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീനൊക്കെ വരുന്നുണ്ട്, റോഡ് റൈസിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. മാസാണ്, ആക്ഷനാണ്, ത്രില്ലറാണ്, എല്ലാം അടിപൊളിയാണ്. ഇന്ത്യൻ വണ്ണിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി ഒരു ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ കുറച്ചൊരു ലാഗ് അടിക്കുന്ന പോലെ തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര എൻ്റർടൈനിങ്ങിനാണ്, മാസാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സേനാപതി രക്ഷയില്ല, അടിപൊളിയാണ്. മൊത്തത്തിൽ പടം പൊളിച്ചടിക്കും. നമുക്കങ്ങനെ ഉറക്കം വരുന്ന ഫീലൊന്നും ഉണ്ടായിരുന്നു. അടിപൊളിയാണ്, സെറ്റാണ്. ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നില്ലേ നെടുമുടികണ്ണിനെയൊക്കെ വെച്ചിട്ട്? അത് അത് കൊള്ളായിരുന്നു. നെടുമുടികണ്ണിൻ്റെ കൊള്ളായിരുന്നു. വിവേകിൻ്റെയും അത്യാവശ്യം നല്ല, പക്ഷേ സൈഡ് വരുന്ന ഷോട്ടിലൊക്കെ അത്യാവശ്യം മനസ്സിലാവും നമുക്ക് ഒറിജിനലല്ല. നല്ല ഡീസൻ്റ് ചെയ്തിട്ടുണ്ട്. പടമാണ് ഇന്ത്യൻ ടൂ എന്ന് പറഞ്ഞാൽ ശങ്കറിൻ്റെ ഒരു മാജിക്, അത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മറ്റേ ക്യാമറ വർക്ക് എല്ലാ കാര്യങ്ങളും നല്ല കിടലായിട്ട് വന്നിട്ട്, അതേപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. ഈ മർമ്മൊക്കെ അറിഞ്ഞിട്ട് ഇന്ത്യൻ ചെയ്യുന്ന ഒരു ഫൈറ്റ്, അതൊക്കെ കിടലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഇന്ത്യൻ ടൂവിൽ വന്നപ്പോൾ അത് എല്ലാവരും ഒരു എന്താ പറയുന്നത് വെറുപ്പിക്കണമെന്നല്ല, എതിരായിട്ട്, അത് ഇന്ത്യനെതിരായിട്ട് വന്നിട്ട് ഒരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 എന്ന് പറഞ്ഞാൽ അതിലൊരു വില്ലനിസം കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യൻ 3ക്ക് വേണ്ടി എന്തായാലും വെയിറ്റിംഗ് ആണ്. കമലഹാസൻ പറഞ്ഞ പോലെ ഇന്ത്യൻ 3 ഞെരിപ്പം പടമായിരിക്കും ഉറപ്പ്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. കാരണം സിനിമയെ സ്നേഹിക്കുന്നത് വേണ്ട ഒരു സ്ലോ ബേസിൽ കഥ പറഞ്ഞു പോകുന്ന ഇന്ത്യയുടെ പലവിധ അനുഭവങ്ങൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അതിരൂക്ഷമായി നല്ല രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ കമലഹാസൻ ഗംഭീരമായിട്ട് റോൾ ചെയ്യും. ഇന്ത്യൻ മണ്ണിലൊക്കെ അതിന് കുറച്ചുകൂടി മികവുറ്റാണ് ഇന്ത്യൻ 2. പിന്നെ ഇന്ത്യൻ 3 ഒക്കെ വരുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.